പുരകത്തുമ്പോ വാഴ വെട്ടാൻ പോയില്ല നമ്മള്. അപ്പൊ വലിയ എമൗണ്ടിൽ മേടിച്ചില്ല. അപ്പോഴും ഇവര് 14 രൂപയ്ക്ക് വരെ വൈദ്യുതി മേടിച്ചു. മനസ്സിലായ? ഞാനിപ്പോ ഈ അദാനി ഇതൊന്നും ഞാൻ സാധാരണ പറയാറില്ല. ആ വൈദ്യുതി കരാറ് റദ്ദ് ചെയ്തിട്ട് അദാനി കമ്പനിക്കാണ് കൊടുത്തത് വൈദ്യുതി. അവരെന്നാണ് പിന്നെ വൈദ്യുതി മേടിച്ചത്. എന്തുകൊണ്ടാണ് അന്നത്തെ വൈദ്യുതി കരാറ് റദ്ദ് ചെയ്തതെന്ന് ഇതുവരെ പഴയ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടില്ല, അന്നത്തെ വൈദ്യുതി മന്ത്രിയും പറഞ്ഞിട്ടില്ല. ഒരു സീരിയസ് ആയില്ല. അല്ലാതെ നമ്മുടെ ഗവൺമെന്റ് വന്ന് 30 ദിവസം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ പ്രതിഭാസമാണ് പവർ കട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഗവൺമെന്റ് വിചാരിച്ചിട്ട് ഒരു പവർ കട്ട് മനഃപൂർവ്വമായിട്ട് ജനങ്ങൾ 1 മണിക്കൂർ ഇരുട്ടിൽ കഴിയട്ടെ എന്നിട്ട് അല്ല വെയിറ്റ് 1 മണിക്കൂർ ജനങ്ങൾ ഇരുട്ടിൽ കഴിയട്ടെ എന്നൊരു പുതിയ സർക്കാർ തീരുമാനിക്കോ? അപ്പൊ ഒരു ഔചിത്യമില്ലാത്ത പ്രചരണം, ഔചിത്യമില്ലാത്ത ഒരടിസ്ഥാനവും ഇല്ലാത്ത പ്രചരണം സംസ്ഥാനത്ത് നടക്കുകയാണ്. ഏറ്റവും ഉയർന്ന കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഡിമാൻഡാണ് വൈദ്യുതിക്ക് ഈ സീസണിലുണ്ടായത്. കനത്ത മഴക്കുറവ്, എൽ നിനോ പ്രകാരമുള്ള കനത്ത മഴക്കുറവ്, അണക്കെട്ടുകളിലെ ജലശേഖരത്തിന്റെ വലിയ ഇടിവ്, ജലവൈദ്യുത ഉൽപാദനത്തിൽ ഹൈഡൽ പവർ ഉൽപാദനത്തിലുണ്ടായ 80% കുറവ്, ദേശീയ വൈദ്യുതി വിപണിയിൽ ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമാകാതിരുന്ന പ്രശ്നം, ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഏകദേശം 1000 മെഗാവാട്ടിന്റെ വർധനയാണ് ഉപഭോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതേ സമയത്ത് മഴയില്ലാത്തത് കൊണ്ടുള്ള ജലവൈദ്യുത ഉൽപാദനം താഴോട്ട് പോയി, ഗൗരവമായി താഴോട്ട് പോയി. 2055-56% മഴക്കുറവുണ്ടായി. ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു. ജൂലൈ 17 മൊത്തം സംഭരണ ശേഷിയുടെ 28% മാത്രമായിരുന്നു ജലസംഭരണി. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് 61%. ഇതാണിത്. മാത്രമല്ല, നിലവിലെ പ്രതിസന്ധിക്കുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 25 വർഷക്കാലത്തേക്ക് ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ ഒരു എഗ്രിമെന്റ് വെച്ചു. ആ എഗ്രിമെന്റ് പ്രകാരം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ 1 വർഷം വാങ്ങിച്ചു, 7 വർഷം പിണറായി സർക്കാരും വാങ്ങിച്ചു. 7 വർഷം. 8ാമത്തെ വർഷം ആ വൈദ്യുതി കരാർ റദ്ദാക്കി. ആ 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് 25 വർഷത്തേക്കുള്ള എഗ്രിമെന്റ് റദ്ദാക്കി. എന്നിട്ട് എത്ര രൂപയ്ക്കാണ് മേടിച്ചെന്നറിയാം വൈദ്യുതി? 8 രൂപ മുതൽ 14 രൂപ വരെ. 4 രൂപ 29 പൈസയുടെ റദ്ദാക്കിയിട്ട് മാസങ്ങളോളം, വർഷങ്ങളോളം വൈദ്യുതി ബോർഡ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂടി പോയി. ഡെയിലി 20-30 കോടി രൂപ അഡീഷണൽ ആകുന്ന സ്ഥിതിയിലേക്ക് വന്നു. ആ എഗ്രിമെന്റ് ഇപ്പൊ നിലവിലില്ല. ആ എഗ്രിമെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ എഗ്രിമെന്റിന്റെ പാർട്ടി, ആ കമ്പനികൾ നമുക്ക് വൈദ്യുതി തരാൻ ബാധ്യത ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, എഗ്രിമെന്റ് ഇല്ല, ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ല. അപ്പൊ 1000 മെഗാവാട്ടിന്റെ വൈദ്യുതിയുടെ ഉപഭോഗം കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചു. ഹൈഡൽ പവർ ജലവൈദ്യുത ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ജലശേഖരം 61% ഉണ്ടായിരുന്നത് 28% കുറഞ്ഞു. മഴയുടെ കുറവ്, എൽ നിനോ പ്രതിഭാസം ഇപ്രാവശ്യം